ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പരപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചെമ്പരപ്പൂവിൽ വരാനിരിക്കുന്ന ഒരു ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ സച്ചിയുടെ രേവതിയുടെ വിവാഹ വാർഷികമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ലക്ഷ്മി വീട്ടിലേക്ക് ഇരുവർക്കുമായിട്ടുള്ള ഡ്രസ്സൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് ലക്ഷ്മിയോട് വളരെ മോശമായ രീതിയിൽ തന്നെയാണല്ലോ ചന്ദ്ര പെരുമാറുന്നത്. ആ ഒരു സമയത്ത് ചന്ദ്രയ്ക്കുള്ള തക്ക മറുപടിയാണ് രവി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പിറ്റേന്ന് വിവാഹ വാർഷികത്തിന് ലക്ഷ്മി കൊണ്ടേ കൊടുത്ത ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടാണ് നമ്മുടെ സച്ചി രേവതി കൊണ്ട് ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. എന്നാൽ അവിടെ ചെന്നതിന് ശേഷം വളരെയധികം സന്തോഷത്തോടുകൂടി സംസാരിക്കുന്നതിനിടയിലാണ് ദേവു പറയുന്നത്, സച്ചിയുടെ ഈ ഡ്രസ്സ് നന്നായിട്ട് ചേരുന്നുണ്ടല്ലോ എന്ന്. പെട്ടെന്ന് സച്ചി ലക്ഷ്മിയോടായിട്ട് ചോദിക്കുന്നുണ്ട്, എനിക്കൊരു ഈ ഒരു ഡ്രസ്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടു, എനിക്ക് മാത്രമല്ല അച്ഛനും അച്ഛമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു, എവിടെ നിന്ന് അമ്മ ഈ ഒരു ഡ്രസ്സ് എടുത്തത് എന്ന് ചോദിക്കുന്ന സമയത്താണ് ലക്ഷ്മി പറയുന്നത്, ഡ്രസ്സ് എടുത്തത് ഞാനല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സെല്ലാം സെലക്ട് ചെയ്ത് ശരത്താണെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ സച്ചി ഇരുന്നോട്ടും ചാടി എഴുന്നേക്കാളെ. അതിനുശേഷം സച്ചി രേവതിയോട് ചോദിക്കുന്നുണ്ട്, ശരത്താണ് ഡ്രസ്സ് എടുത്തെന്നുള്ള കാര്യം എന്നോട് എന്താ പറയാതിരുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് രേവതി ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് ലക്ഷ്മി മറുപടി പറയുന്നുണ്ട്. ഈ ഒരു സമയം തന്നെയാണ് ശരത്ത് അങ്ങോട്ടേക്ക് വരുന്നത്. ശരത്തിനേടും കാണുമ്പോൾ സച്ചിയുടെ ദേഷ്യം ഇരട്ടിക്കുകയാണല്ലേ. വേഗം തന്നെ സച്ചി താൻ ഇട്ടിരിക്കുന്ന ആ ഒരു ഷർട്ട് വരുന്ന സമയത്ത് രേവതിയും ലക്ഷ്മിയൊക്കെ തടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സച്ചി പറയുന്നുണ്ട്, ഈ ഒരു ഷർട്ടിന് പാവപ്പെട്ടവരുടെ കണ്ണീരിന്റെയും രക്തത്തിന്റെയും കളർപ്പുണ്ടാവും, അതുകൊണ്ട് തന്നെ ഈ ഒരു ഷർട്ട് ഞാൻ ഇന്നേ ദിവസം ഇട്ട് കഴിഞ്ഞാൽ അതിലും വലിയൊരു പാപമില്ല എന്നൊക്കെ ഇങ്ങനെ സച്ചി പറഞ്ഞതിന് ശേഷം ഷർട്ട് ഊരി ശരത്തിന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ടാണ് പോകുന്ന സമയത്ത് നമ്മുടെ രേവതി ശരത്തിനോട് ഇത്രയധികം സച്ചിക്ക് ദേഷ്യം ഉണ്ടാവാനുള്ള കാരണങ്ങളെല്ലാം തന്നെ ചോദിക്കുന്നുണ്ടെങ്കിലും സച്ചി ഒന്നും തന്നെ തുറന്നു പറയുന്നില്ല. അങ്ങനെ വീട്ടിലേക്ക് വന്നതിന് ശേഷം വൈകുന്നേരം ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് എല്ലാവരും തന്നെ വിളിച്ചു വരുത്തുന്നുണ്ട്. ഭാമ, മഹിമ, അതുപോലെ തന്നെ നമ്മുടെ രേവതിയുടെ വീട്ടിൽ നിന്നുള്ളവർ എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്തിനിടയ്ക്കും ലക്ഷ്മിയെയും രേവതിനെയൊക്കെ കുറ്റപ്പെടുത്തുന്ന രീതിക്ക് ഓരോ വാക്കുകൾ പറയാനായിട്ട് ചന്ദ്ര ഒട്ടും മടിക്കുന്നില്ല കേട്ടോ. അങ്ങനെ മഹിമ വരുന്ന സമയത്ത് മഹിമ രേവതിക്ക് വേണ്ടിയിട്ട് 2 വളകളൊക്കെ, സ്വർണത്തിൻ്റെ വളകളൊക്കെ മേടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കാണുന്ന സമയത്ത് ചന്ദ്ര വളരെ മോശമായി തന്നെ ലക്ഷ്മിയെ താഴ്ത്തിക്കെട്ടി സംസാരിക്കണം. ഇതെല്ലാം ലക്ഷ്മിയെ വല്ലാതെ തന്നെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം തന്നെ മറുപടി കൊടുക്കുന്നത് അച്ചമ്മയാണ് കേട്ടോ. അതുമാത്രമല്ല നമ്മുടെ ശ്രീകാന്തും വർഷയും കൂടിയിട്ടാണ് സച്ചിക്കും രേവതിക്കുമായിട്ടുള്ള കേക്കൊക്കെ കൊണ്ടുവരുന്നത്. വലിയൊരു കേക്കൊക്കെയാണ്. ഇത് കാണുന്ന സമയത്ത് നമ്മുടെ സുധിയുടെ സ്വഭാവം അറിയാമല്ലോ, തിന്നാൻ എവിടെ കിട്ടിയാലും സുധി അവിടെ എല്ലാം തന്നെ ചാടി വീഴുന്നതായിരിക്കും. അങ്ങനെ കേക്കൊക്കെ മുറിച്ച് വിവാഹ വാർഷികം നല്ല രീതിയിൽ തന്നെ ഇവർ ആഘോഷിക്കുന്നു. ഈ ഒരു സമയത്ത് മഹിമ കൊണ്ട് കൊടുക്കുന്ന സ്വർണ്ണവള അത് രേവതി സ്വീകരിക്കുന്നില്ല. പകരമായിട്ട് ആ സ്വർണ്ണവള കൊണ്ടുപോയി വർഷയുടെ കൈകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് മഹിമയ്ക്കൊരു ഇൻസൾട്ടായിട്ട് തോന്നുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നീട് ഈ ഒരു കേക്ക് മുറിയൊക്കെ ആയതിനു ശേഷം എല്ലാവർക്കും കേക്ക് കൊണ്ടേ കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ മഹിമയ്ക്കും കൊണ്ട് കൊടുക്കുന്നുണ്ട്. വേഗം മഹിമ പറയുന്നുണ്ട്, എനിക്ക് എന്തായാലും വേണ്ട ചന്ദ്ര, നീ ഇത് കഴിച്ചോ, ഞാൻ എന്തായാലും പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രയുടെ യാത്ര പറയുന്ന സമയത്ത് ചന്ദ്ര വേഗം തടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ രവിയുടെ അടുത്ത് വന്നതിന് ശേഷം ഞാൻ പോകട്ടെ എന്ന് പറയുന്നതിന് മുന്നേ തന്നെ രവി പറയുന്നത് എന്നാൽ പോയിട്ട് വാ എന്ന് പറയുകയും അവിടെ നമ്മുടെ മഹിമയ്ക്ക് ഒരു അടി കിട്ടിയ അവസ്ഥയാവട്ടെ. മഹിമ ഒന്നും മിണ്ടാതെ തന്നെ ദേഷ്യത്തോടെ തന്നെ അവിടെ ഇറങ്ങി പോവുകയാണ്. അങ്ങനെ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞ സമയത്താണ് വർഷ പറയുന്നത്, എന്തായാലും ഒരു വിവാഹ വാർഷികമല്ല നടക്കുന്നത്, ഓരോരുത്തർക്ക് ഈ സച്ചിയുടെ രേവതിയുടെ വിവാഹ ജീവിതത്തിനെ കുറിച്ച് അവരവരുടേതായ വാക്കുകൾ സംസാരിക്കാൻ പറയുന്ന സമയത്ത് ഓരോരുത്തരും ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സുധിയുടെ കാര്യം അറിയാലോ, ഇരുവരും സച്ചിയെ രേവതിനും മനഃപൂർവ്വം കുറ്റപ്പെടുത്തുന്ന അവഹേളിക്കുന്ന രീതിക്കൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് അച്ഛമ്മ പറയാണ്ട്, നിങ്ങളോട് കുറ്റപ്പെടുത്തി സംസാരിക്കാനല്ല പറഞ്ഞത്, ഇവരുടെ വിവാഹ വാർഷികമായതുകൊണ്ട് ഇവരുടെ ജീവിതത്തെക്കുറിച്ച് നല്ല കാര്യങ്ങളാണ് പറയാനാണ് പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം വർഷ വന്നതിന് ശേഷം സച്ചിയെ കുറ്റപ്പെടുത്തിയല്ല സംസാരിക്കുന്നത്, പക്ഷെ സച്ചിയുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. എന്തായാലും നല്ല രീതിയിൽ തന്നെ രേവതി ചേച്ചി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നുണ്ട് എന്നൊക്കെ രീതിക്കാണ് വർഷയും പറയുന്നത്. രവിയാണെങ്കിൽ ഇവരെ പറ്റി ഒരുപാട് വാദോരാതെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് വരുന്ന അവസരം എന്ന് പറഞ്ഞാൽ ചന്ദ്രയുടെ ആണ്. ആദ്യമൊക്കെ രേവതിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുമെങ്കിലും പിന്നീട് പറയുന്ന വാക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രേവതിനെ പറ്റിയുള്ള നല്ല നല്ല കാര്യങ്ങളാണ്. അതായത് രേവതിനെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവൾ അതിൽ നിന്നെല്ലാം ഉയർത്തെഴുന്നേറ്റ് വരും. എത്രയൊക്കെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ചാലും അവൾ ഇതെല്ലാം തന്നെ പിന്താങ്ങി വിജയിച്ച് മുന്നേറി തന്നെ വരിക മാത്രമല്ല, അവൾ എന്ത് കാര്യത്തിനും അവളുടെ ഭർത്താവിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുമെന്നൊക്കെ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ചന്ദ്ര കുറ്റപ്പെടുത്തിയാണ് സംസാരിക്കുന്നതെങ്കിൽ അതൊക്കെ രേവതിക്കുള്ളൊരു നല്ലൊരു സപ്പോർട്ടുള്ള വാക്കായിട്ടാണ് എല്ലാവർക്കും തോന്നുന്നത്. വേഗം തന്നെ ശ്രീകാന്ത് വന്നിട്ട് ചന്ദ്ര കൈയ്യെ കൊടുക്കുന്നുണ്ട്. എന്തായാലും അമ്മ ഇത്രയും സംസാരിച്ചു, അമ്മ പറഞ്ഞ വാക്കുകൾ എല്ലാവരെക്കാൾ നല്ല രീതിയിൽ തന്നെ അമ്മ രേവതി ചേച്ചിനെ കുറിച്ച് സംസാരിച്ചു എന്നൊക്കെ ഇങ്ങനെ ശ്രീകാന്ത് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു സമയത്ത് രേവതിയെ കുറ്റപ്പെടുത്തിയാണ് ചന്ദ്ര സംസാരിക്കുന്നതെങ്കിലും പഴമക്കാർ പറയുന്നുണ്ടല്ലോ, ഉണ്ണിയപ്പം തിന്നാൽ രണ്ടുണ്ട് ഗുണമെന്ന്. അതേ രീതിയിൽ തന്നെയാണ് രേവതിയെക്കുറിച്ചുള്ള നല്ല കാര്യങ്ങൾ നമ്മുടെ ചന്ദ്ര അവിടെ തുറന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.